തിരഞ്ഞെടുപ്പ് ഭീതിയിൽ നെട്ടോട്ടമോടുന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആശ്വാസത്തിനായി PJ ജോസഫിനെ കൂടെ വിളിച്ചു. കേരള കോൺഗ്രസിൽ ഇനിയും തുടരണമോ എന്ന് PJ ജോസഫ് ആലോചിക്കണമെന്നും LDF-ൽ എടുക്കുന്ന കാര്യം ആലോചിക്കാമെന്നും കോടിയേരിയുടെ ഓഫർ. ഇക്കാര്യത്തിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടത് ജോസഫാണെന്നും കോടിയേരി വ്യക്തമാക്കി. മഴയ്ക്ക് മുൻപേ കുട പിടിക്കേണ്ടെന്ന പഴഞ്ചൊല്ലും കോടിയേരി പാസാക്കി. PJ ജോസഫിനെ പോലെ സർവസമ്മതനായ ഒരു നേതാവിന് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. കേരള കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായ അദ്ദേഹത്തിന് ഒരു വിലയുമില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. തങ്ങൾ വിളിച്ചിട്ട് ജോസഫ് വരുന്നില്ലെങ്കിൽ നാണം വിട്ട് ആ പാർട്ടിയിൽ തുടരട്ടെ എന്നും കോടിയേരി പറഞ്ഞു. 20 വർഷത്തോളം LDF-നൊപ്പം പ്രവർത്തിച്ചയാളാണ് PJ ജോസഫ്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലാവധി തീരും മുമ്പ് ജോസഫ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ലയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയുമായി. മാണിക്കൊപ്പം നിന്ന PC ജോർജ് അടിച്ചു പിരിഞ്ഞു പോയിട്ടും ജോസഫും സംഘവും തുടർന്നു. UDF വിടാൻ മാണിയും ജോസഫും ഒരുമിച്ചാണ് തീരുമാനമെടുത്തത്. എന്നാൽ അപ്പോഴും LDF-ൽ പോകാൻ PJ ജോസഫ് ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് KM മാണി UDF-നൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോഴും ജോസഫിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കോട്ടയം സീറ്റിനായി ജോസഫ് വാശി പിടിച്ചെങ്കിലും കിട്ടിയില്ല. പക്ഷേ UDF വിടാൻ അദ്ദേഹം തയ്യാറല്ലെന്നാണ് സൂചന. UDF-നൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. പാർട്ടി തീരുമാനം സ്വീകാര്യമല്ലെന്നും കടുത്ത പ്രതിഷേധമുണ്ടെന്നും PJ ജോസഫ് അറിയിച്ചെങ്കിലും മുന്നണി വിടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ല. ജോസഫിനെ കോട്ടയത്ത് മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം കോൺഗ്രസിനെ കൈവിട്ടില്ല. UDF-ൽ നിന്ന് ജോസഫിനെ അടർത്തിയെടുത്ത് അദ്ദേഹത്തിനൊപ്പം മുമ്പ് ഉണ്ടായിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിനെയും ഒപ്പം ചേർത്ത് LDF-ൽ കൊണ്ടുവരാനാണ് കോടിയേരി നീക്കം നടത്തുന്നത്. PJ ജോസഫ് മടങ്ങി വരണമെന്ന് അദ്ദേഹത്തിന്റെ വലങ്കൈയായിരുന്ന ഫ്രാൻസിസ് ജോർജ് പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു. ജോസഫിനെ കൂടെ LDF-ൽ കൊണ്ടുവന്നാൽ ഇടുക്കി, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടാമെന്ന് കോടിയേരിക്ക് നന്നായിട്ടറിയാം. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരത്തിനിറങ്ങിയാൽ ജോയ്സ് ജോർജിന്റെ കാര്യം കട്ടപ്പുകയാകും. അതെല്ലാം മുൻകൂട്ടി കണ്ടാണ് കോടിയേരി ഈ ഓഫർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പുരകത്തുമ്പോൾ വാഴ വെട്ടാനിറങ്ങിയ കോടിയേരിക്ക് മറുപടി നൽകാൻ പോലും ജോസഫ് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. LDF-ലെ പല നേതാക്കളും പലവട്ടം ജോസഫിനെ വിളിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.